വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ ഭൂമിയിൽ നമുക്ക് എത്ര നാൾ കൂടി ജീവിക്കുവാൻ കഴിയും? ഇന്നത്തെ അവസ്ഥ കണ്ടുകൊണ്ട് അനേകരിൽ നിന്നും ഉയരുന്ന ചോദ്യമാണ് ഇത്. നൂറ്റാണ്ടുകളായി പരിരക്ഷിച്ചു വന്ന നമ്മളുടെ പൈതൃകത്വവും ആധ്യാത്മിക മൂല്യങ്ങളും കാറ്റിൽ പരത്തി ധനസമ്പാദനത്തിന് ഏത് മാർഗവും മനുഷ്യൻ സ്വീകരിച്ചിരിക്കുന്നു. നയതന്ത്ര പാഴ്സലുകളുടെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമാണ് കേരളത്തിലേക്ക് കടത്തിയത്. ഈ വിധത്തിൽ സ്വരുക്കൂട്ടുന്ന പണം ഇന്ത്യയിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടിയാണോ എന്ന് സംശയിക്കുന്നുണ്ട്. 2047 ഇന്ത്യയെ ഇസ്ലാമിക് സ്റ്റേറ്റാക്കുമെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണല്ലോ കേന്ദ്ര അന്വേഷണ സംഘം NIA വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് PFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതും PFIയുടെ പ്രവർത്തനം ഇന്ത്യയിൽ നിരോധിക്കുന്നതിനും ഇടയായത്. രാജ്യത്ത് ഇസ്ലാമിക സ്റ്റേറ്റ് രൂപീകരിക്കുവാനുള്ള ശ്രമം നടത്തിയ 3 ഭീകരരെ 2023 ഒക്ടോബറിൽ NIA അറസ്റ്റ് ചെയ്യുകയുണ്ടായി. കാശ്മീരിലെ പഹൽഗാമിൽ 2025 ഏപ്രിൽ 22 വിനോദസഞ്ചാരികളെ ആക്രമിച്ച് ജാതി നോക്കി പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ വച്ച് 26 പേരെ കൂട്ടക്കൊല ചെയ്തത് നമുക്ക് മറക്കുവാൻ കഴിയില്ല. തുടർന്നാണല്ലോ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ ആക്രമിച്ച് നശിപ്പിച്ചത്. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് അറസ്റ്റ് ചെയ്യുകയും 9 ദിവസങ്ങൾക്ക് ശേഷം ഇവരെ അറസ്റ്റ് ചെയ്തത് കേവലം ആരോപണങ്ങളുടെയും സംശയത്തിൻ്റെയും മാത്രം അടിസ്ഥാനത്തിലായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി NIA കോടതി ജാമ്യം അനുവദിച്ചത് 2025 ഓഗസ്റ്റ് 30 ആഗോളതാപനത്തിൻ്റെ ഫലമായി മനുഷ്യനും ജീവജാലങ്ങളും വൃക്ഷസസ്യാദികളും കത്തിയെരിയുന്ന മഹാദുരന്തം നമ്മെ കാത്തിരിക്കുന്നു. ഭൂമിയേക്കാൾ 60 മടങ്ങ് വലുപ്പമുള്ള കൊറോണ ഹോൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വലിയ ഹോൾ സൂര്യനിൽ കണ്ടെത്തിയതായി നാസ 2023 ഡിസംബർ 2 വാർത്ത നൽകുകയുണ്ടായി. ഈ ഹോൾ ഭൂമിയുടെ നേർക്കുനേർ അതിവേഗമാണ് വലുതായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭൂകാന്തിക കൊടുങ്കാറ്റിന് കാരണമാകും എന്ന് ശാസ്ത്രലോകം പ്രഖ്യാപിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും എന്ന് ശാസ്ത്രലോകത്തിന് പോലും പറവാൻ കഴിയുന്നില്ല. മനുഷ്യൻ്റെ അറിവിനും കണ്ടുപിടുത്തത്തിനും അവനെ രക്ഷിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നമുക്ക് പ്രത്യാശ നൽകുന്ന വചനമാണ് സഖറിയാവ് 4:6. സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ബാബിലോണിലെ അടിമത്തത്തിൽ നിന്ന് മടങ്ങി വന്ന ജനം സെരുബ്ബാബേലിൻ്റെ നേതൃത്വത്തിൽ ദേവാലയം പുതുക്കി പണിയുവാൻ താൽപ്പര്യപ്പെട്ടു. ബാഹ്യ സംഘർഷങ്ങളും ആന്തരിക പ്രശ്നങ്ങളും നിമിത്തം പണി മുടങ്ങി. അധികാരവും ശക്തി ഉപയോഗിച്ച് ദേവാലയം പണിയാം എന്ന് ചിലർ ചിന്തിച്ചു. എങ്കിലും 16 വർഷം പണി മുടങ്ങിക്കിടന്നു. ഈ പശ്ചാത്തലത്തിൽ ഉയർന്ന ദൈവശബ്ദമാണ് സഖറിയ 4:6. അധികാരവും ശക്തിയും കൊണ്ട് ഒന്നും നടക്കില്ല, എൻ്റെ ആത്മാവിൽ കൂടി മാത്രമേ സകലതും നടക്കൂ എന്ന കർത്താവ് പറയുന്നത്. എവിടെയും ധനത്തിൻ്റെയും അധികാരത്തിൻ്റെയും ശക്തി പ്രകടനമാണ് നടക്കുന്നത്. ഇതിനിടയിൽ വിശ്വാസ ജീവിതം ബലഹീനമാകുന്നത് നാം അറിയുന്നില്ല. വെള്ളിയും പൊന്നും ഒന്നുമില്ലാതിരുന്ന കാലത്ത് സഭ ആത്മാവിൽ ആനന്ദിച്ചിരുന്നു. The early church was married to poverty, prison and persecution. പരസ്പരം കരുതുകയും ഭാരങ്ങൾ പങ്കുവെക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുന്ന വിശ്വാസ സമൂഹമായിരുന്നു അന്നത്തേത്. ഇന്ന് സഭ വെള്ളിയുടെയും പൊന്നിൻ്റെയും അധികാരത്തിൻ്റെയും ഹുങ്കിലാണ്. Today the church married prosperity, personality and popularity. ധനം സമ്പാദിക്കുന്നതിനിടയിൽ വേദനിക്കുന്നവരെയും മുറിവേറ്റവരെയും സഭ മറന്നു. സ്നേഹവും കരുതലും നഷ്ടപ്പെട്ടു. ബന്ധങ്ങൾ തകർന്നു. ആത്മിക ചൈതന്യം നഷ്ടപ്പെട്ടു. വിശ്വാസ സമൂഹം ബാഹ്യ ആചാരങ്ങളിൽ ഉത്സുകരായി. നഷ്ടപ്പെട്ടുപോയ ഈ ആത്മിക ശക്തി തിരികെ ലഭിച്ചേ മതിയാകൂ. ഒരിക്കൽ ആത്മാവിൻ്റെ ശക്തിയാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്ന ശിംശോൻ
ജഡിക ചിന്തകളിലേക്ക് വഴുതി മാറിയപ്പോൾ അവൻ്റെ ആത്മിക ശക്തി നഷ്ടപ്പെട്ടു. ആത്മശക്തി നഷ്ടപ്പെട്ടത് ശിംശോൻ അറിഞ്ഞില്ല. ഒടുവിൽ ശിംശോൻ പ്രാർത്ഥിച്ചു, യഹോവേ, എന്നെ ഓർക്കണമേ, ഈയൊരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ. ന്യായാധിപന്മാർ 16:28. ശിംശോന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നഷ്ടപ്പെട്ട ശക്തി അവനിൽ മടങ്ങി വന്നു. പ്രവാചകന്മാരിൽ കൂടി കർത്താവ് നമ്മോട് പറയുന്നത്, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ. ആമോസ് 5:4. ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങിവരവ് മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കൂ. ഡു നോട്ട് ലൂസ് ഹോപ്പ് ഇൻ ടൈംസ് ഓഫ് ട്രബിൾ, ഫോർ ഗോഡ് ഈസ് വർക്കിംഗ് ഇൻ അൺസീൻ. ഹിസ് ഹാൻഡ് ഈസ് സ്റ്റഡി ആൻഡ് ഹിസ് ടൈമിംഗ് ഈസ് പെർഫെക്റ്റ് ഇൻ ബ്രിങ്ങിങ് ഗുഡ് ഔട്ട് ഓഫ് ഡിഫിക്കൽറ്റി. കർത്താവേ, പ്രതികൂല സാഹചര്യങ്ങളിൽ മടങ്ങി വന്ന് നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ എന്നെ സഹായിക്കണമേ. ആമീൻ.